എന്നോട് തന്നെ നേരിട്ട് സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ സഹാക്കളെ ഞങ്ങളോട് ചോദിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ ഒരിടത്തുകാരനാണല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻകൈയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ ഇവിടെ എന്താണുള്ളത്? നിങ്ങളീ പറയുന്ന പ്രത്യേകിച്ച് എന്താണ് കണ്ണമ്പാറ? അങ്ങനെ കണ്ണമ്പാറ ഞങ്ങൾക്കൊരു പ്രത്യേക രാജ്യമാണോ? ഒരു പ്രത്യേക സ്ഥലമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1979 ഈ വാർഡിന്റെ ജനപ്രതിനിധിയായി ഞാൻ തെരഞ്ഞെടുക്കപ്പെടുമ്പോ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒന്നും തന്നെ ആ പ്രദേശത്തില്ല. ആ തോടിനക്കരെയുള്ള ഒരു പ്രത്യേകതരമായ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം ഞാൻ നീട്ടുന്നില്ല. എന്തെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളും, മനസ്സിലായില്ലേ? ഇന്ന് ഒരു ബസ് സർവീസ് വരെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചിപ്പ് തെരഞ്ഞെടുപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഓരോ വോട്ടർമാരോട് പറയാനുള്ളത്, ഒന്നുകിൽ ഇന്ത്യ എന്ന രാജ്യം നശിക്കാൻ പോകുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം രക്ഷപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തരത്തിലുള്ള സമരം നടത്തിയതോടെ പാർലമെന്റിനെ എങ്ങനെ സമരവേദിയാക്കാമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. കോടതി എങ്ങനെ സമരവേദിയാക്കാമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു. കോടതി അവസാനം വിധി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, SBI എന്ന ബാങ്ക് വെളിപ്പെടുത്തണം ആരാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളത്, ഏത് പാർട്ടിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ SBIയുടെ വക്കീല്, അതായത് നരേന്ദ്രമോദിയുടെ വക്കീല് പറഞ്ഞു, പിന്നെന്താ അത് മൊത്തം ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാം. എപ്പോഴാ കൊണ്ടുവരിക? ഒരു 3 മാസം കഴിയണം. മനസ്സിലായോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുറത്തു കൊണ്ടുവരാവുന്നു. അപ്പോ വീണ്ടും യെച്ചൂരിയുടെ വക്കീൽ വാദിച്ചു, പറ്റില്ല, ഇലക്ഷന് മുമ്പ് ഈ കാര്യം പുറത്തു കൊണ്ടുവരണം. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനു മുമ്പ് പുറത്തു കൊണ്ടുവന്നതാണ്? അങ്ങനെ SBI ആരാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചത് എന്ന കഥ പുറത്തുവിട്ടു. ഏതൊക്കെ പാർട്ടികൾക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത് എന്ന കാര്യവും പുറത്തുവിട്ടു. അപ്പോൾ ചെറിയ തുകയൊന്നുമല്ല വാങ്ങിച്ചിരിക്കുന്നത്. 17,000 കോടി രൂപയാണ് ഇന്ത്യയിലെ മുതലാളിമാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അടച്ചിട്ടുള്ള പണം. 17,000 കോടി രൂപ. ഈ 17,000 കോടി എന്നൊക്കെ പറഞ്ഞാൽ എത്ര കാണുമെന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം. ഞാൻ ഇതുപോലെ വാചകമൊക്കെ അടിക്കുന്നില്ലേ, ഇവരാരെങ്കിലും ഒരു 2 കോടി രൂപ എടുത്ത് എൻ്റെ മേശപ്പുറത്ത് വെച്ചാൽ, ഇവിടെ എവിടെങ്കിലും വെച്ചാൽ സത്യമായിട്ട് ഞാനങ്ങ് ബോധം കെട്ടു വീഴും. അത് കാണാനുള്ള കരുത്തിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഈ 17,000 കോടിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2 കോടി രൂപ മതി. കാരണം ഇപ്പൊ 500 നോട്ടല്ല, ഇത്രയൊക്കെ അടുക്ക് കാണും 2 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെക്കാൾ വലിയൊരു കെട്ട് കാണും 2 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരു സിനിമയിൽ ഇന്നസെന്റ് ബോധം കെട്ട് വീഴത്തില്ലേ ലോട്ടറി അടിക്കുമ്പോൾ? രേവതി പറഞ്ഞു കൊടുക്കും 9, 8 കുറേ കേട്ടിട്ടുണ്ട്, 2 കുറേ കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം ശരിയായ മോളെ, എല്ലാം ശരിയായതോടെ മറിഞ്ഞു വീഴുന്ന പോലെ അങ്ങ് വീഴും. അത്ര വലിയൊരു തുകയാണ് ഈ കോടികളെന്നൊക്കെ പറഞ്ഞാൽ. 17,000 കോടിയാണ്. അപ്പൊ പറഞ്ഞു, ഇത് ഏതൊക്കെ പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളത് അറിയണം. കണക്കെടുത്തിട്ട് പരിശോധിച്ച് നോക്കിയപ്പോ 8,700 കോടി രൂപ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് കൊടുത്തു. ആരാ? ഇന്ത്യയിലെ മുതലാളിമാർ. നിയമപരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പണം. അത് കഴിഞ്ഞിട്ട് 2ാം സ്ഥാനം ആർക്കാ കൊടുത്തിരിക്കുന്നത്? 2,000 കോടി രൂപ ഒരു സ്റ്റേറ്റ് മാത്രം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്. 3ാം സ്ഥാനം ആരാണ്? അതിന്റെ ഒരു വിഷമം അവർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. 3ാം സ്ഥാനത്തായി പോയത് 3ാം സ്ഥാനം കോൺഗ്രസ് പാർട്ടിക്ക്. ഇതെല്ലാം തട്ടിയിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ 10 പൈസ പോലും വാങ്ങിയിട്ടില്ല. അപ്പൊ മലയാള മനോരമ എഴുതുകയാണ്, അവർക്ക് കാശ് കിട്ടിയില്ല. വാങ്ങിച്ചില്ലെന്നല്ല എഴുതിയത്, അവർക്ക് കിട്ടിയില്ലെന്ന്. ഈ കള്ളപ്പണത്തിൽ, അല്ലെങ്കിൽ ഈ കൊള്ള മുതലിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുതലാളിമാർ ഇന്ത്യ സർക്കാരിനെ ഉപയോഗിച്ച് രാജ്യം കവർന്നെടുക്കുന്നതിന് കൂട്ടുനിൽക്കാത്ത 2 രാഷ്ട്രീയ പാർട്ടികളുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന 2 പാർട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് അഭിമാനിക്കാൻ കഴിയാത്തത്? ഈ കാര്യത്തിൽ ഈ ഒറ്റ കാര്യം പോരായോ? ഇന്ത്യ രാജ്യത്ത് പരമാവധി പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കാൻ ഇടതുപക്ഷത്തിൻ്റെതായിട്ട് വേറെ ഒരു കാര്യവും വേണ്ട.